കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഇതാ വരാറായി. കുംഭമാസത്തിൽ പൂയം നക്ഷത്രം രാത്രി വരുന്ന ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൊടിയേറുന്നത്. ഇക്കൊല്ലത്തെ ഉത്സവം 2026 ഫെബ്രുവരി 28-ാം തീയതിയാണ് ഉത്സവം കൊടിയേറ്റം നടക്കുന്നത്. ഈ ഉത്സവം 10 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് എന്നുള്ള നിലയ്ക്ക് അന്നേ ദിവസം രാവിലെ ആനയില്ല ശിവേലിയാണ് നടക്കുന്നത്. പണ്ട് കാലത്ത് ഗുരുവായൂരപ്പന് ആനകളൊന്നും ഉണ്ടായിരുന്നില്ല. പുറമേ നിന്ന് വാടകയ്ക്ക് ആനകളെ എടുത്തിട്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഗംഭീരമാക്കുകയാണ് പതിവ്. ഏൽപ്പിച്ച ആന ഏതോ ഒരു കൊല്ലം വരാൻ പറ്റിയില്ല. അന്ന് ഭക്തന്മാർക്കെല്ലാവർക്കും വിഷമമായി. ശ്രീ ഗുരുവായൂരപ്പൻ്റെ രാവിലത്തെ ശിവേലി ആനയില്ല ശിവേലിയായി നടന്നു. ക്ഷേത്രം കീഴ്ശാന്തി ആ തങ്കത്തിറമ്പ് മാറോടണച്ചു പിടിച്ച് 3 പ്രദക്ഷിണം നടക്കുന്നു. അതിനകമ്പടിയായി വാര്യന്മാരുടെ കുത്തുവിളക്ക് ഉണ്ടാവും, വാദ്യങ്ങളുണ്ടാവും. ഭഗവാനെ അനുഗമിക്കാൻ ക്ഷേത്രം കാര്യക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടാവും. അങ്ങനെ അത് ഭംഗിയായിട്ട് ഇത് ആനയില്ല ശിവേലി നടക്കും. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഇന്നും ആനയില്ല ശിവേലിയായിട്ട് കൊണ്ടു നടക്കുന്നത്. അതിനുശേഷം സാധാരണമാതിരി ചടങ്ങുകളെല്ലാം നടക്കുന്നു. ഭക്തന്മാർക്കെല്ലാവർക്കും വിഷമമായി. ഈ ഉത്സവം ആനയില്ലാതെ നടത്തേണ്ടി വരുമോ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കരഞ്ഞൊക്കെ ചെയ്തു. എന്താണെന്നറിയില്ല. ആ ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോഴേക്കും വേറെ ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് നെറ്റിപ്പട്ടവും മണികളുമെല്ലാം കെട്ടിവെച്ചിരുന്ന ആ ആന ഗുരുവായൂരിലേക്ക് ഓടി വരികയും ചെയ്തു. ഗുരുവായൂരപ്പൻ്റെ ആ വർഷത്തെ ഉത്സവം ഗംഭീരമാക്കി എന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഉച്ചയ്ക്ക് 3 മണിക്ക് ആനയോട്ടം നടക്കുന്നു. ക്ഷേത്രം നാഴികമണി 3 അടിച്ചു കഴിഞ്ഞാൽ അവകാശികൾ ആനയ്ക്ക് കെട്ടുവാനുള്ള മണികൾ ആനക്കാരുടെ കയ്യിൽ കൊടുക്കുകയും ആനക്കാർ ആ മണി കൊണ്ട് മഞ്ഞളാൽ തറയിൽ അണിനിരക്കുന്ന ആനയുടെ അടുത്തേക്ക് ഓടുകയും അതിൽ മണി കെട്ടി മാരാർ ശംഖ് വിളിക്കുന്നതോടുകൂടി ആന അവിടെ നിന്ന് ഓടി വരികയും ചെയ്യുന്നു. പണ്ട് കാലത്ത് 10-25 ആനകൾ ഇതിൽ പങ്കെടുത്തിരുന്നു. ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് ചില ചിട്ടവട്ടങ്ങളിലെല്ലാം കുറേ നിയന്ത്രണം ഏർപ്പെടുത്തി ആന പല സ്ഥലത്തും പല പരാക്രമങ്ങളും കാണിക്കുന്നതുകൊണ്ട് ദേവസ്വം അതിന് നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഇക്കുറി 3 ആനകളെയാണ് ഈ ആനയോട്ടത്തിന് ഓടിക്കുന്നത്. ബാലു, കൃഷ്ണനാരായണൻ, പിന്നെ ഏതൊരു ആനയും കൂടിയുടെ പേര് ഓർമ്മ വരുന്നില്ല. അങ്ങനെ 3 ആനകളെയാണ് ദേവസ്വം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ 3 മണിയോടുകൂടി അവകാശികൾ ആ മണി ആനക്കാരയിൽ കൊടുക്കുന്നു. മണി ആനക്കാർ ആനയെ കെട്ടിക്കാൻ വേണ്ടി അമ്പലത്തിൽ നിന്ന് മഞ്ഞളാൽ തറ വരെ ഓടുന്നു. മാരാർ ശംഖ് വിളിക്കുന്നു. ആന അവിടുന്ന് ഓടി എത്തുന്നു. ഗോപുരം കടക്കുന്ന ആദ്യം വരുന്ന ആന വിജയായി പ്രഖ്യാപിക്കുകയും അതിനുശേഷം ആ ആന ക്ഷേത്രത്തിനകത്ത് കടന്ന് 7 പ്രാവശ്യം ഓടി ഭഗവാന്റെ കൊടിമരം തൊടുകയും പ്രണമിക്കുകയും ചെയ്യുന്നു. ആ ആനയാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ നായകൻ എന്ന് പറയാം. ആ ആനയ്ക്ക് പ്രത്യേക വരവേൽപ്പാണ് ഈ 10 ദിവസവും. ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ആനയെ കെട്ടുന്നതാണ്. ആ ആനയ്ക്കുള്ള ഊണും ഉറക്കവും കുളിയും എല്ലാം ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ടാണ്. ഭക്തജനങ്ങളെല്ലാവരും ആ ആനയ്ക്ക് പഴവും ശർക്കരയും എല്ലാം കൊണ്ടു കൊടുക്കും. അന്നത്തെ ഈ 7 ദിവസം ഈ 10 ദിവസവും ഭഗവാന്റെ തങ്കത്തിടമ്പ് 3 നേരവും ഏറ്റുന്നത് ഈ ആനയാണ്. ആനകളെ സംബന്ധിച്ച് ഭഗവാന്റെ തടമ്പ് ഏറ്റുക എന്നുള്ളത് മഹാപുണ്യമായിട്ട് കരുതുന്നതാണ്. ഈ കൊല്ലത്തെ വിജയി ആരാണ് അത് ഭഗവാൻ തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ചടങ്ങ് അവസാനിക്കുകയും പിന്നെ ഭഗവാന്റെ ദീപാരാധന നടക്കുന്നു. നട തുറന്നു ശിവേലി ദീപാരാധന. ആ ശിവേലിക്ക് ഈ ഓടി വന്ന വിജയിയായ ആനയാണ് എഴുന്നള്ളിക്കുക. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ താന്ത്രിക ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിക്ക് കുറയും പവിത്രവും കൊടുത്ത് ആചാര്യവരണം നടത്തുന്നു. ഈ കൊല്ലത്തെ ഉത്സവം വളരെ ഭംഗിയാക്കി നടത്തി തരണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിട്ടാണ് കൂറയും പവിത്രം കൊടുക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, പരിചാരകന്മാരുണ്ടാവും, ജോലിക്കാരുണ്ടാവും. എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. തന്ത്രി നമ്പൂതിരിപ്പാട് ഇത് വാങ്ങിയതിന് ശേഷം ശ്രീലകത്ത് പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും അതിനുശേഷം മുളം പൂജ നടത്തുന്നു.
16 വെള്ളിപ്പാലികകളിൽ നവധാന്യങ്ങൾ വിതച്ച് പൂജിക്കുന്നു. അതിനുശേഷം ഭഗവാന്റെ ചൈതന്യം കൊടിക്കൂറയിലേക്ക് ആവാഹിച്ച് കുടി ഉയർത്തുകയും ചെയ്യുന്നു. അത് ഏകദേശം ഒരു 8:30 മണി 9 കൂടിയിട്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം ഭഗവാന്റെ അത്താഴപൂജയായി. അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലി. ശ്രീഭൂതബലിക്ക് ശേഷം കൊടിപ്പുറത്ത് വിളക്ക് ആണ് നടക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിനകത്തുള്ള 1-ാം ദിവസം ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ. ഇതേ സമയം കൊടിയേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാമണ്ഡലത്തിൻ്റെ മേജർ സെറ്റ് കഥകളി ഉണ്ടായിരിക്കുന്നതാണ്. അർജുന വിഷാദവൃത്തം കഥകളിയാണ് നടക്കുന്നത്. പിന്നെ ദക്ഷയാഗവുമുണ്ട്. പുലരും വരെയാണ് കഥകളി ഉണ്ടാവുക. പ്രശസ്ത കലാകാരന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. കലാമണ്ഡലത്തിലുള്ള ആൾക്ക് പുറമെ പ്രശസ്ത കലാകാരന്മാരെയും പങ്കെടുപ്പിച്ചു കൊണ്ടായിട്ടാണ് ഈ കഥകളി നടത്തുന്നത്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആനയില്ലാ ശിവേലിക്കും ആനയോട്ടത്തിനും കൊടിയേറ്റത്തിനും വരിക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. അതിനുശേഷം നമ്മുടെ മനസ്സ് നിറയാൻ ഭഗവാന്റെ കഥകളി കാണുക. എല്ലാ ഭക്തന്മാരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പറ്റുമെങ്കിൽ ഈ 10 ദിവസവും നിങ്ങൾ ഗുരുവായൂരുണ്ടാകണം. ഓരോ ദിവസത്തെ ആയിട്ടുള്ള അന്നത്തെ എന്തൊക്കെയാണ് ക്ഷേത്രത്തിനകത്ത് നടക്കുന്നതെന്നും പുറത്ത് ഓഡിറ്റോറിയത്തിൽ എന്താണെന്നും അന്നദാനപ്പുരയിൽ എന്താണെന്നും ഇതിനെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഗുരുവായൂർ ഉത്സവത്തിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ കേൾക്കുക. ഈ ചാനലിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് വരുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.